ആള് കൂടിയാൽ പാമ്പ് ചാകത്തില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ അന്വർത്ഥമാവുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി സെല് ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് പറയും. ആ ഫ്രണ്ട് നേരെ ചെന്ന് ഒരു ലോക്കലായിട്ടുള്ള ഒരു ഏജന്റിനോട് പറയും. ആ ഏജന്റ് എന്ത് ചെയ്യും? അത് നേരെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും. അത് സെല്ലർ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പ്രൈസും അതുപോലെ തന്നെ ഏരിയയിലുള്ള ചേഞ്ചും വരുത്തിക്കൊണ്ട് വേറൊരാൾ അവരുടേതായ രീതിയിൽ പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഈ സെയിൽ നടക്കുന്നതിന് ഒരുപാട് കാലതാമസം എടുക്കും. ഇതേ അവസ്ഥ തന്നെയാണ് ബയർ. ബയറിന്റെ ആവശ്യം ഇതുപോലെ ഒരു ഫ്രണ്ടിനോട് പറയും. ആ ഫ്രണ്ട് നേരെ പോസ്റ്റ് ചെയ്യും. അപ്പൊ ഇതിന് ഒരു സൊല്യൂഷൻ ഞാൻ നോക്കിയിട്ട് ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ റെറ രജിസ്റ്റേർഡ് ഏജൻസ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഓരോ കോഡും ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഫ്രണ്ടിനോട് പറയുക, ഒരു റെറ രജിസ്റ്റേർഡ് ഏജന്റിനെ സമീപിക്കുക. അങ്ങനെ ആ ഏജന്റിന്റെ കോഡും കോൺടാക്ട് ഡീറ്റെയിൽസും വെച്ച് ഈ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യും. അത് കാണുന്ന ബയേഴ്സ് ആയാലും ബയേഴ്സിന്റെ ഏജന്റിനാണെങ്കിലും മനസ്സിലാവും ഇതൊരു ജെന്യുവൻ ലിസ്റ്റിംഗ് ആണെന്നുള്ളത്. അതുവഴി സെല്ലേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത്. നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ കൊളാബറേഷൻ ഉള്ള ഒരു ഫീൽഡാണ് റിയൽ എസ്റ്റേറ്റ് ഏജൻസുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡ്. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐക്യവും ഒരു നെറ്റ്വർക്കിങ്ങും കണക്ഷൻസും കോൺടാക്ട്സും പോകണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സെല്ലറിന്റെ ബയറിന്റെ ലീഡ് തമ്മിൽ യോജിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഒരു റബ്ബർ രജിസ്റ്റേർഡ് ഏജന്റ് ആണ്. ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെന്റ് ഒന്നാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുക.